രാജ്മോഹൻ NIA SP ടെലിഫോൺ ലൈനിലുണ്ട്. സർ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണവും ഗൂഢാലോചനയും അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സവാദിന്റെ മൊഴി. അതായത് ഒളിവിൽ കഴിയാൻ ഇത്രമാത്രം നാളുകൾ ഒളിവിൽ കഴിയാൻ അയാൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പോൾ വളരെ പങ്ക് വ്യക്തമാവുകയല്ല. NIA ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു? ഈ അന്വേഷണം കൂടുതൽ ഇത്തരത്തിൽ വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തെ? തീർച്ചയായിട്ടും NIA ആണ് അത് പ്രോപ്പറായി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ആദ്യം പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്ന്. കാരണം അത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ വലിയ പ്രശ്നമായിട്ട് ആ പ്രൊഫസർക്ക് ഒരു കോൺഫിഡൻസും ഇല്ലാത്ത സമയത്താണ് NIA ഇൻവെസ്റ്റിഗേഷൻ ടേക്ക് ഓവർ ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും NIAക്ക് ഇൻവെസ്റ്റിഗേഷൻ ടേക്ക് ഓവർ അവരുടെ ഇൻപുട്ട് തന്നെ ഉണ്ട്, അവിടുത്തെ അതിന്റെ പ്രത്യേക ഇൻപുട്ട് ഉണ്ട്. കാരണം ആ സമയങ്ങളിൽ ഇത് ഈ അന്നത്തെ PFI അന്നത്തെ NDF-ന്റെയും PFI-ന്റെയും ആൾക്കാർ തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല. അതിനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു. ആ തെളിവുകളുടെ മേലിലാണ് ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് ചെയ്തത്. പക്ഷെ അതിൽ ചിലർ പ്രതികൾ എക്സ്കോണ്ടിങ് ആയിരുന്നു. അപ്പൊ ഈ സവാദിനെ പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് സവാദ് പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലം ഒളിവിൽ പോയത്, അയാൾക്കുള്ള അതിന്റെ പ്രോപ്പർ ബാക്കപ്പ് എന്താണ്, അതിന് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ എന്തൊക്കെയാണ് സഹായം ലഭിച്ചിരിക്കുന്നത്, അത് മുഴുക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇൻവെസ്റ്റിഗേഷൻ ഫർദറായി കണ്ടക്ട് ചെയ്തിട്ട് ഇനി വല്ല പുതിയ നമ്മളൊക്കെ പറയുന്ന മാതിരി വല്ല സ്ലീപ്പർ സെൽസോ പുതിയ വല്ല ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസിക്കും പൊതുമധ്യത്തിലും വരാത്ത തീവ്രവാദത്തിന് സഹായിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടോന്നും എല്ലാം ഇനി ഈ ഇൻഫർമേഷൻ മനസ്സിലാവും. കാരണം ഒരു ഇൻപുട്ടിൽ നിന്നാണ് പുതിയ കാര്യങ്ങളിലേക്ക് പുതിയ മെറ്റൽ പ്രവർത്തനങ്ങളിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ പോവുക. അപ്പൊ തീർച്ചയായിട്ടും NIA-യുടെ ഈ പ്രവൃത്തി അവർക്ക് കൂടുതൽ ഇൻപുട്സും കൂടുതൽ തെളിവുകളും അല്ലെങ്കിൽ ഏത് തലത്തിലേക്ക് വ്യാപിച്ചിട്ടുള്ളതും പുതുതായി ആരാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതും ആരാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ഫൈനാൻസ് ആരാ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും NIA-ക്ക് ഈ ഫർദർ ഇൻപുട്സും ഫർദർ ലീഡും തീർച്ചയായും ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ടി രാജ്മോഹൻ, ഈ നേരത്തെയുള്ള അന്വേഷണത്തിലും ഇക്കാര്യങ്ങളൊക്കെ പരിഗണനയിൽ വന്നതല്ല. ഇപ്പോൾ പുതിയതായി വന്നത് സവാദ് ഈ ഒളിവിൽ കഴിയാനുള്ള അദ്ദേഹത്തിന് ലഭിച്ച സഹായത്തിന്റെ കാര്യം മാത്രമല്ലേ? അതുമാത്രമല്ലേ ഈ പുതിയതായി ചേർക്കാൻ കഴിയുകയുള്ളൂ ഈ അന്വേഷണം വിപുലീകരിച്ചാലും? അല്ല, ഈ അന്വേഷണം വിപുലീകരിച്ചാൽ ഈ ഏജൻസിക്ക് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഇൻപുട്സ് ലഭിക്കും. അത് ഫർദർ ആയിട്ട് ഇനി ഭാവിയിൽ, കാരണം ഈ അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം എന്തൊക്കെ തെളിവുകൾ ലഭിച്ചു ആ തെളിവുകൾ ആഡ് ചെയ്തിട്ട് സവാദിനെ ആരാ സഹായിച്ചത്, അങ്ങനെ ക്രെഡിബിൾ ആയിട്ട് വളരെ കോൺക്രീറ്റ് ആയിട്ട് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റും. അത് ഈ കേസിന്റെ താല്പര്യം, കേസിന് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ NIA എന്ന ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് അതിന് ഒരുപാട് മെച്ചങ്ങളാണ് ഇങ്ങനെയുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ. അപ്പൊ സവാദിനെ ഡീറ്റെയിൽ ആയി ചോദ്യം ചെയ്യുമ്പോൾ പുതിയ ആൾക്കാർ പുതിയ തലങ്ങളിലേക്ക് എങ്ങനെയാണ് വ്യാപിക്കുന്നത് ആ വിവരം കിട്ടും. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഒരു മുതൽക്കൂട്ടാണ് ഓരോ ഇൻഫർമേഷൻസും. അപ്പൊ അത് രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഈ സവാദിനെ ചോദ്യം ചെയ്യാൻ ഈ NIA-ക്ക് ഉപകാരപ്രദമാവുന്നത്. ഒന്ന്, ഈ കേസിലേക്ക് പുതിയ തെളിവുകൾ ലഭിച്ചാൽ പുതിയ പ്രതികൾ ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത് അവരുടെ ഡാറ്റാബേസ് അതുണ്ടല്ലോ, ആ ഡെപ്പോസിറ്ററി ഓൾറെഡി ഉണ്ട് ഒരുപാട് ഇൻഫർമേഷൻ. ആ ഡാറ്റാബേസിലേക്ക് പുതിയ ഈ അന്വേഷണ ഏജൻസിയിൽ ശ്രദ്ധയിൽപ്പെടാതെ വളരെ ഗോപ്യമായി കിടക്കുന്ന ഏതെങ്കിലും ലീഡ് ഉണ്ടെങ്കിൽ അതും അന്വേഷണ ഏജൻസിയെ സഹായിക്കാൻ ലഭിക്കും. എന്തായാലും തീർച്ചയായിട്ടും സവാദിനെ ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നതും ഈ NIA-ക്ക് നല്ല അഡ്വാൻറ്റേജും മുതൽക്കൂട്ടുമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ പ്രതിഭാഗത്തിന്റെ ഒരു വാദം അത് NIA-ക്കെതിരെ ഈ വിചാരണ അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണെന്നാണ്. പക്ഷെ അത് ഒക്കെ കേവലം അതിലെന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വിചാരണ നീട്ടിക്കൊണ്ടുപോയിട്ട് എന്താണ് ഗുണം? അല്ല, അത് തീർച്ചയായിട്ടും ഈ അന്വേഷണ ഏജൻസികളെ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയും അന്വേഷണ ഏജൻസി ക്രെഡിബിലിറ്റിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും പ്രതിഭാഗം ശ്രമിക്കും. പ്രതിഭാഗമൊക്കെ ഓരോ മുട്ടുന്യായങ്ങൾ പറയും, അല്ലെങ്കിൽ ചില സമയം ചില നിയമത്തിന്റെ നൂലാമാലയെ പിടിച്ചിട്ട് അവരത് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയും. സ്വാഭാവികമായിട്ടും ഇറ്റ് ഇസ് ഒരു കാറ്റ് മൗസ് ഗെയിമാണ്. അതായത് പ്രതികളുടെ ആൾക്കാരും എന്തായാലും തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസിയെ പുകഴ്ത്തി പറയില്ലല്ലോ. അപ്പൊ അന്വേഷണ ഏജൻസിയുടെ വീക്ക്നെസ്, അവരുടെ പറ്റിയ വീഴ്ചകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും കോടതി മുമ്പാകെ കൊണ്ടുവന്നിട്ട് അന്വേഷണ ഏജൻസിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അന്വേഷണ ഏജൻസി മതിയായ തെളിവുകൾ, കോൺക്രീറ്റ് പ്രൂഫ്, എവിഡൻസിന്റെ ബേസിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി ആ എവിഡൻസുകളൊക്കെ കോടതിയിൽ പ്രോസിക്യൂട്ടബിൾ ലെവലിൽ ഒരു പ്രോസിക്യൂട്ടബിൾ എവിഡൻസ് ആയിട്ട് കോടതിയിൽ കൊടുക്കുമ്പോഴാണ് അതിന്റെ കേസിന്റെ മൂല്യം വർദ്ധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും. പക്ഷെ സ്വാഭാവികമായിട്ടും അൾട്ടിമേറ്റ് ആയിട്ട് കോടതി ബേസ് ചെയ്യുക പ്രോസിക്യൂട്ടബിൾ എവിഡൻസ് ആണ്. അതിനെ ബേസ് ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോകും. അപ്പം കഴിയുന്നതും വേഗം
ഈ ചാർജ് ഷീറ്റും ബാക്കി കാര്യങ്ങളും പിന്നെ കോടതി ജഡ്ജ്മെന്റും കഴിയുന്നവരും അത് ഈ അന്വേഷണ ഏജൻസി കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും മതിയായ പണിഷ്മെന്റ് ലഭിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അപ്പോഴും ഈ വിചാരണ എത്ര മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രശ്നമില്ലേ? ഇതിപ്പോൾ അയാൾ പിടിയിലായത് 2024 ഇപ്പോഴും വിചാരണ കാലാവധി അത് തുടരുകയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എതിർ വാദം ഉയർത്താമല്ലോ. തീർച്ചയായിട്ടും അത് പ്രതികൾക്കുള്ളൊരു അവകാശമാണ്. തീർച്ചയായിട്ടും അവർക്ക് ഉയർത്താം. 2024 പിടിച്ച് ഇതുവരെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് ന്യായമായിട്ടും. അപ്പൊ ഇന്ത്യയിൽ തന്നെ ഇന്നിപ്പം ഇന്നത്തെ രാവിലത്തെ പേപ്പറിൽ വായിച്ചു പുതിയ ചീഫ് ജസ്റ്റിസ് പറയുന്നത് 9,000 കോടിയോളം ഇവിടെ അല്ല 9,000 crores ഓഫ് കേസസ് പെൻഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ പെൻഡൻസി ഇസ് ദർ, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പക്ഷെ കഴിയുന്നതും വേഗം ജുഡീഷ്യറിയും പോലീസും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഒത്തുചേർന്ന് ഇതിന്റെ പെൻഡൻസി കുറക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് 2024 കേസിൽ ഇത് താമസം വരുത്തുന്നു എന്ന് പ്രതിവാദം പറയും. പക്ഷെ അന്വേഷണ ഏജൻസി അവരുടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിയുന്ന വേഗം ഈ കേസ് തീർക്കാൻ തന്നെയാണ് NIA ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. ശ്രീ TK രാജ്മോഹനും NIA മുൻ ഉദ്യോഗസ്ഥരാണ് പ്രതികരിച്ചത്. ഇപ്പോൾ BJP നേതാവ് ഷോൺ ജോർജ് ടെലിഫോണിലുണ്ട്. ശ്രീ ഷോൺ ജോർജ്, ഈ കൈവെട്ട് കേസിൽ വലിയ ഗൂഢാലോചന അത് നടന്നിട്ടുണ്ടെന്നാണ് NIA. അതിൽ മാത്രമല്ല പ്രതികൾക്ക് ഒളിവിൽ പോകാൻ ഉൾപ്പെടെ വലിയ ശൃംഖല പ്രവർത്തിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ശൃംഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്താണ് എന്നുള്ളത്. അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത സംഘടനയായിട്ടുള്ള അവരുടെ പ്രവർത്തകരിലേക്ക് നേതാക്കളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അന്വേഷണം കൂടുതൽ വിപുലീകരിക്കണം എന്നുള്ളതാണ് NIAയുടെ ആവശ്യം. എന്ത് തോന്നുന്നു താങ്കൾക്ക് ഈ നീക്കത്തിൽ? തീർച്ചയായിട്ടും ഇത് കറക്റ്റ് സമയത്താണ് ഈ ചോദ്യം. കഴിഞ്ഞ ആഴ്ച SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ശക്തമായ NIAയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നടന്ന സംഭവങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് അവിടെ നമ്മുടെ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് പ്രശ്നം മുതൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് മതങ്ങൾ തമ്മിലുള്ള വൈര്യം വർദ്ധിപ്പിക്കുവാനും ഇവിടെ മതസൗഹാർദ്ദം തകർക്കുവാനുമായി വലിയ ആസൂത്രിതമായ ശ്രമം കേരളത്തിൽ നടക്കുന്നു. അതിന്റെ ഭാഗമായിരുന്നു ഈ അവിടെ നമ്മുടെ പള്ളുരുത്തിയിൽ ഉണ്ടായ ഹിജാബ്. അത് വളരെ ആസൂത്രണം. 117 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടി മാത്രം മനഃപൂർവ്വമായി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നത്. ഹിജാബ് ധരിക്കുന്നതിനുള്ള തെറ്റല്ല അവിടെ ഉണ്ടായത്, പക്ഷേ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം അതിന്റെ പുറകിൽ പ്രവർത്തിച്ച SDP ആണ്. പക്ഷെ ആ SDP ആണെന്നുള്ള തുറന്നു പറയാൻ ഇവിടെ ഭരണകൂടമോ ഭരണ പ്രതിപക്ഷങ്ങളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ താമരശ്ശേരി രൂപത അധ്യക്ഷനെതിരെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കത്ത് അയച്ചിട്ടുള്ളത്. അതിന് തൊട്ടപ്പുറം താമരശ്ശേരി തന്നെ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്രോസസ്സിംഗ് കമ്പനി ഒരു ജനകീയ സമരത്തിന്റെ മുന്നിൽ നിർത്തി, ജനകീയ സമരത്തെ സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി ആ ഫാക്ടറിയും 12ഓളം വാഹനങ്ങളും കത്തിച്ച സംഭവം. ഇതിനെല്ലാം പുറകിൽ SDP ആണ്. നമുക്ക് ഒന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ആ കളമശ്ശേരിയില് ഒരു കന്യാസ്ത്രീ മഠം ഒറ്റ രാത്രി കൊണ്ട് ആക്രമിച്ച് 70ഓളം ഗുണ്ടകൾ കയറി ആക്രമിച്ച് അവരെ പൂർണ്ണമായിട്ടും അതിന്റെ മതിൽ തകർത്ത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടഞ്ഞ് അവിടെ കുടിലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം പുറകിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇവർക്ക് വലിയ വർഗീയ ധ്രുവീകരണത്തിന് കോപ്പ് കൂട്ടുകയാണ്. ഒരു സംശയവും വേണ്ട. NIAയുടെ സമഗ്രമായ അന്വേഷണം PFI അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളിൽ ആവശ്യമാണ്. ഏറ്റവും ദുഃഖകരമായ സത്യം എന്ന് പറഞ്ഞാൽ കേരളത്തില് ഒരു തരത്തിലും ഇവരുടെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ പാർട്ടിയുടെയോ SDPയുടെയോ ഇവരുടെ ഈ സംഘടനകളുടെ പേര് പറയാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് NIAയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. കോതമംഗലത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം, ആ പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ ആ മത പരിവർത്തനത്തിന് നിർബന്ധിച്ചു, പാനായിക്കുളത്ത് കൊണ്ട് ആ പെൺകുട്ടിയെ പൂട്ടിയിട്ടു, ഇതൊക്കെ വളരെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അതിന്റെ ചാർജ് ഷീറ്റ് ഈടെ കൊടുത്തപ്പോൾ ഇതൊന്നുമില്ല, ആ കുട്ടി പ്രണയനൈരാശ്യത്തിൽ ആത്മഹത്യ ചെയ്താണെന്ന് പറയാൻ മാത്രം കേരള പോലീസ് ഇത്തരം സംഘടനകളെ പേടിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ NIAയുടെ സമഗ്രമായ ഒരു അന്വേഷണം. കാരണം ഓൾ ഇന്ത്യ തലത്തിൽ ഇപ്പോൾ പൊളിറ്റിക്കലി ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം കേരളത്തിലെ ഭരണത്തിലും പ്രതിപക്ഷത്തിലും ഇരിക്കുന്ന രണ്ട് സംഘടനകളും ഇവരെ അനുകൂലിക്കുന്നത് കൊണ്ട് തന്നെ കേരളം അവരുടെ സേഫസ്റ്റ് പ്ലേസ് ആയി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായ NIAയുടെ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ കേരളം വലിയ ഒരു വിപത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. സ്ഫോടനാത്മകമാണ് കേരളത്തിൽ ഇവരുടെ ഇത്തരം സംഘടനകളുടെ പ്രവർത്തനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ സംഘടനകളുടെ പ്രവർത്തനം, ഇവരുടെ ഇടപെടലൊക്കെ കൂടുതൽ പുറത്തേക്ക് വരട്ടെയും NIAയുടെ നീക്കം
കൂടുതൽ ആ കേസിൽ പ്രതിയായിട്ടുള്ള സവാദാണ് ആ കൈ വെട്ടിമാറ്റുന്നത്. കൈപ്പത്തി വെട്ടിമാറ്റിയ സവാദ് ഏറെക്കുറെ 14 വർഷങ്ങളാണ് ഒളിവിൽ കഴിഞ്ഞത്. കണ്ണൂരിൽ നിന്ന് പിടിയിലാവുന്നു. ഇവിടെയൊക്കെ സഹായം നൽകിയത് അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളാണെന്നാണ്. എല്ലാവരും ഈ കണ്ണിയിൽ അപ്പോൾ ഭാഗമാണ്, കൈവെട്ട് കേസിൽ ഭാഗമാണ്. എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്നേക്ക് എന്ന് മാത്രം ആഗ്രഹിക്കാം. വളരെ നന്ദി.